നമ്മുടെ ഈ നാട് കേരളാകുന്നതിന് മുമ്പ് നിറയെ പാമ്പുകൾ വസിച്ചിരുന്ന കൊടും കാടായിരുന്നു. പരശുരാമൻ മഴുവെറിഞ്ഞ് ഈ ഭൂമി കടലിൽ നിന്ന് വീണ്ടെടുക്കുകയും അനേകം ക്ഷത്രിയരെ കൊന്നൊടുക്കിയ തൻ്റെ പാപം കഴുകിക്കളയാനായി അത് മനുഷ്യർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. അങ്ങനെ അവിടെ മനുഷ്യർ താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുന്നേ താമസിച്ചിരുന്ന പാമ്പുകളെല്ലാം കൂടി മനുഷ്യനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ പരശുരാമനെ കണ്ട് കാര്യം ബോധിപ്പിച്ചു. ആശങ്കാകുലനായ പരശുരാമൻ ആളുകളുടെ ശാപം ഭയന്ന് കൈലാസപർവ്വതത്തിലേക്ക് പോയി ശിവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തപസ്സിലായിരുന്ന പരശുരാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശിവൻ്റെ നിർദ്ദേശം അനുസരിച്ച് പരശുരാമൻ കേരളത്തിലേക്ക് മടങ്ങി വന്ന് സർപ്പരാജാവായ വാസുകിയെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അധികം വൈകാതെ സർപ്പരാജാവ് പ്രത്യക്ഷപ്പെടുകയും സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സർപ്പരാജാവ് വാസുകി തൻ്റെ പ്രജകളായ മൃഗങ്ങളോട് മനുഷ്യരിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഉത്തരവിട്ടു. അതോടൊപ്പം പരശുരാമനോട് അവരെ പുനരധിവസിപ്പിക്കാനായി ഓരോ വീട്ടിലും കാവുകൾ ഉണ്ടാക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ഈ കാവുകളാണ് പിന്നീട് സർപ്പക്കാവുകളായി പരിണമിച്ചത്. ഈ കാവുകളിൽ മനുഷ്യർ വാസുകിയെയും അനന്തനെയും ആരാധിച്ചു. അങ്ങനെ നാഗദൈവങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഇടമായി മാറി നമ്മുടെ കേരളം. അങ്ങനെ ഒരു കഥ. അതെന്നെ തലയോട്ടെ വല്ല അസുഖം വന്നാ പിന്നെ അകത്ത് പോകാൻ ഇപ്പൊ ചത്തു ഞാൻ വരാം. ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു വെച്ച് ഇല്ലാത്ത അസുഖം വരുത്തി വെക്കിയതെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതെ, ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാവും. ആ ജഗൻ ചേട്ടൻ നാട്ടുകാരും കൊണ്ടിങ്ങ് വരും.
അതിന് മുന്നേ നമുക്കങ്ങ് പോയാലോ? വേണ്ട, ഞാൻ എങ്ങോട്ടില്ല. അമ്മ, മഴ നന്നേ കുറഞ്ഞ പോലെയുണ്ട്. നമുക്കിത് ഇപ്പം തന്നെ അങ്ങ് ഇറങ്ങാം. തന്നെ വാ വാ അമ്മ. വേണ്ട, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ, വള്ളത്തിൽ കയറി കണ്ണുടച്ചങ്ങിരുന്നാണ്. നമ്മുടെ പൂച്ചക്കുട്ടി പട്ടിലൊക്കെ തനിച്ചാവില്ലേ? വെള്ളം അധികം കയറിയില്ലെങ്കിൽ നമുക്ക് വേഗം കുത്തിവെച്ച് വരാം. ഞാൻ അധികം ഡ്രസ്സ് ഒന്നും എടുക്കുന്നില്ല. മഴ വീണ്ടും കൂടുന്നപ്പാ. വേണ്ട മോളെ, ഇതൊക്കെ നിങ്ങൾ തന്നെ തുഴഞ്ഞുകൊണ്ട് നടന്നിരുന്നല്ലേ? ഞാൻ പിടിക്കാം. ബാ കേറുമ്മാ. വാമ്മാ. വേണ്ട മോളെ. എന്നാ ശരി, പോകണ്ട. ആ സ്കൂളിൽ കാപ്പി പോയി കിടക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം മെമ്പറിയും കൊണ്ട് ചെഴഞ്ഞേട്ട് വന്നതിന്റെ സീറ്റ് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലേ? ആവുണ്ടെന്ന് വെച്ചിട്ടാ പോണെങ്കിൽ പോണ്ട. മഴയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പണ്ടത്തെ പോലൊന്നും പറയാൻ പറ്റില്ല. നല്ല ചൂടത്തും പേര് മഴ പെയ്യാം. എൻ്റെ നാഗദൈവങ്ങളെ കാക്കണേ. കളമെഴുത്തും പാട്ടൊക്കെ നടത്താൻ സമയം കഴിഞ്ഞു. നല്ല പാൻ കയറിയിട്ടുണ്ടല്ലോ. ഞാൻ വന്നിട്ട് കൊന്നുതരാം. ഇതൊന്നും എനിക്ക് ഏക്കില്ല. ഏക്കണ്ട, തൽക്കാലം കഴിക്കും.